പലസ്തീനികൾക്ക് ജോലി നൽകുന്നു. കുടിക്കാൻ വെള്ളവും കിടക്കാൻ പാർപ്പിടവും ജോലിയും ഇന്റർനെറ്റും ഇന്ധനവും എല്ലാ സൗകര്യങ്ങളും നൽകി ഇതൊക്കെ വാങ്ങിച്ച് അനുഭവിച്ചിട്ടല്ലേ ഇസ്രായേലിനെതിരെ അവർ തിരിഞ്ഞത് ഇത്രയും നാള്? അല്ലേ? ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത തെണ്ടികൾ. അപ്പോൾ ഇസ്രായേൽ എടുക്കുന്ന ചില മുൻകരുതലുകളാണ് ഇറാന്റെ കയ്യിൽ ആയുധം എത്തരുത്, ആണവായുധം. കാരണം ഇത് എത്തിക്കഴിഞ്ഞിട്ട് അവർ ഉപയോഗിക്കുമോ ഇല്ലേ എന്ന് നോക്കാമെന്നതിലുപരി തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ജനതയാണ് ജൂതന്മാരെന്നതുകൊണ്ട് അത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ തടയണം എന്ന തത്വമാണ് നെതന്യാഹു സ്വീകരിച്ചത്. ഈ ഭീഷണി ഇസ്രായേൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുക്കുന്നത്. അതായത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് നേരെ ഭീഷണി ഉയർത്തിയ ഇറാഖ് 1981, സിറിയ 2007, ഇവരുടെയൊക്കെ ആണവ റിയാക്ടറുകൾ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയാണ് ചെയ്തത്. കാരണം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ജൂതന്മാരെ മുഴുവനും തകർക്കുന്നതിനു വേണ്ടിയുള്ള ആണവായുധ പരിശീലന കളരികൾ ഇവർ തുടങ്ങിയതാണ്. ഇന്നും ഇന്നലെയുമല്ല. ഒരു ഗോത്ര നേതാവ് ജീവിച്ചിരുന്നപ്പോഴും സമാധാനം കൊടുത്തിട്ടില്ല, ചത്തു കഴിഞ്ഞപ്പോഴും സ്വൈരമില്ല. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും തുരത്തനേടാ എന്ന് പറഞ്ഞിട്ടാണ് നബി അണ്ണൻ ചത്തുപോയത്. നമ്മുടെ അയൽ രാജ്യം കേരളത്തെ നശിപ്പിക്കും എന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, അതിനുവേണ്ടി ആണവായുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്താൽ നമ്മൾ ഏത് രൂപത്തിലായിരിക്കും അതിനെ കാണുന്നത്? ഭയാശങ്കകളോടുകൂടി നമ്മൾ അതിനെ സ്വീകരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവുമായിട്ടും അതിർത്തി പങ്കിടാത്തത് കൊണ്ട് ആ ഭയം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ കാശ്മീരികളോട് ചോദിച്ചാൽ അറിയാം, പഞ്ചാബികളോട് ചോദിച്ചാൽ അറിയാം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഇസ്രയേലിന്റെ ഈ ഭയം രാഷ്ട്രീയമോ മതപരമോ ഒന്നുമല്ല, വൈകാരികമാണ്. ഒന്ന്, അവരുടെ രാജ്യം, അവരുടെ ആളുകൾ, അവരുടെ വികാരമാണ്. ലോക രാജ്യങ്ങളെ മുഴുവനും തുറന്ന മനസ്സോടുകൂടി സ്വീകരിച്ച, ശരിയായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. എല്ലാവർക്കും ഇവിടെ ജീവിക്കണം, എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്ന, അങ്ങനെ മനുഷ്യന്മാരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യം. ഇപ്പോൾ ഈ ഇസ്രായേലിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ലൈവ് ഇടുന്നതൊക്കെ നമ്മൾ കാണുന്നില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നൊരു ലൈവ്, എവിടെ പോയത്? ചില സ്ത്രീകൾ തുറന്നു പറയാണ്, ഞങ്ങൾക്ക് ഇസ്രായേൽ നൽകുന്ന സംരക്ഷണമുണ്ടല്ലോ അത് വല്ലാത്ത വലുതാണ് എന്ന്. ഒരിക്കലും അവർക്ക് ഈ രാജ്യത്തെ മോശമായിട്ട് കാണാൻ പറ്റില്ല. ഇന്ത്യക്കാരെന്നല്ല, പാകിസ്ഥാനികളോടും അഫ്ഗാനികളോടും പലസ്തീനികളോടും ഒക്കെ ഇവർ സ്വീകരിക്കുന്നത് ഇതേ നയം തന്നെയാണ്. സ്നേഹം, അവർക്ക് അങ്ങേയറ്റം സ്നേഹമാണ് എല്ലാവരോടും. ഇതാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടായിരുന്നു അവരുടെ ലൈവേ. കണ്ണ് നിറഞ്ഞു പോകും അവരുടെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ. അതല്ല, ഞാൻ 2 ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു പോസ്റ്റ് ഇടണമെന്ന്, ഒരു വീഡിയോ ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര്, നമ്മുടെ ഫോളോവേഴ്സും നോൺ ഫോളോവേഴ്സും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട്, സേഫ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രത്യേക ആൾക്കാർ, അതായത് ചോറ് നമ്മുടെ നാട്ടിലും കൂറ് മറ്റേ പല ഭാഗത്തും കാണിക്കുന്ന കുറെ ആൾക്കാർ വന്നിട്ട് ഇൻബോക്സിലായാലും ഞാനിടുന്ന വീഡിയോയുടെ അടിയിലായാലും ഇസ്രായേലിൽ നിന്ന് ഒരു മലയാളി യുവതിയുടെ കേൾക്കുന്നത് മനസ്സിലായ? അഖില എന്ന പിന്നെ ഇത് പറയുമ്പോഴുണ്ടല്ലോ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഇസ്രായേലിൽ ഇത്രയും പാവങ്ങളാണോ എന്ന് തോന്നും. ഈ മുസ്ലിങ്ങൾ, തീവ്രവാദികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ അവർ ഭീകരരല്ല. അവർ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന ബലാത്സംഖ്യകളല്ല. അവർ നിലനിൽപ്പിനു വേണ്ടി ചെയ്യുന്ന സമരം മാത്രമാണത്. ഈ തീവ്രവാദികള് സ്കൂളുകളില്, ആശുപത്രികളില്, അവിടെയൊക്കെയാണ് ഇവർ പോയി അഭയം തേടുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ നയമനുസരിച്ച്
100 നിരപരാധികൾ കൊല്ലപ്പെട്ടാലും ഒരു അപരാധി രക്ഷപ്പെടരുത്. അതുകൊണ്ടാണ് ഒരു ഹമാസ് ഭീകരനെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം ജൂതന്മാർക്കും തലവേദനയാണ്, മനുഷ്യന്മാർക്ക് തലവേദനയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവനെ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും അഖിലയുടെ വാക്കുകൾ. ഞാൻ 2 ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു പോസ്റ്റ് ഇടണമെന്ന്, ഒരു വീഡിയോ ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് നമ്മുടെ ഫോളോവേഴ്സും നോൺ ഫോളോവേഴ്സും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട്, സേഫ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രത്യേക ആൾക്കാർ, അതായത് ചോറ് നമ്മുടെ നാട്ടിലും കൂറ് മറ്റേ പല ഭാഗത്തും കാണിക്കുന്ന കുറെ ആൾക്കാർ വന്നിട്ട് ഇൻബോക്സിലായാലും ഞാൻ ഇടുന്ന വീഡിയോയുടെ അടിയിലായാലും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. അങ്ങനെ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഞാനത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ചോറ് തിന്നുന്നിടത്ത് കൂറ് കാണിച്ചാണ് ശീലം. അതുകൊണ്ട് അന്നം തരുന്ന നാടിനോട് എന്തൊക്കെ വന്നാലും എനിക്ക് മമതയുണ്ട്. അന്നം തരുന്ന നാട് എന്നും എന്റെ നെഞ്ചോട് കൂടി തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അന്നം തരുന്ന നാട് എന്ത് വൃത്തികേട് കാണിച്ചാലും കൂടെ നിൽക്കുമെന്ന്. അന്നം തരുന്ന നാട് വൃത്തികേട് കാണിക്കത്തില്ലെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ആ നാട്ടിലിരുന്ന് അന്നം കഴിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മുടെ നാട്ടിലെ കുറച്ച് മീഡിയാസ് പറയുന്നുണ്ട് ഇസ്രയേൽ മൊത്തവും ഭയങ്കര മടപടലം പുക മൂടി. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തില് ഇവരെന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് ഓർമ്മയില്ലേ? അതായത് അയ്യോ ഗാസയിൽ ഇവർ ആവശ്യമില്ലാതെയാണ് പലസ്തീനികളെ ചുട്ടുകൊല്ലുന്നത്, പലസ്തീനികൾ ഗാസയിൽ കുട്ടികൾക്ക് സമാധാനമില്ല, ഒരു കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞൊരു പിതാവ് വെച്ചിട്ട് കരയുക, കുഞ്ഞിന്റെ കയ്യും കാലും ഒക്കെ അനങ്ങുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ മരിച്ചു എന്ന് പറയാൻ പോലും ഭയമില്ലാത്ത, ഉളുപ്പില്ലാത്ത ഒരു വിഭാഗം ജൂതന്മാരൊരിക്കലും നന്ദി കെട്ടവരല്ല. അവരാരെയും ചൊറിയാൻ പോയിട്ടില്ല, ആരുടെയും പിടിച്ചെടുക്കാനും പോയിട്ടില്ല. അടക്കി ഭരിക്കലും തട്ടിയെടുക്കലും കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും ഇതൊന്നും ജൂതന്മാർക്ക് പറഞ്ഞിട്ടുള്ള സംഗതിയല്ല. ജൂതന്മാർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, ആത്മാഭിമാനമുള്ളവരാണ്. ഇസ്രായേൽ ഇപ്പൊ കീഴടങ്ങി കളയുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ആളുകളും പറയുന്നത്. ഒരിക്കലുമല്ല. ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയണം, ഇപ്പൊ ഗാസയിൽ ഒരുപാട് ബങ്കറുകളുണ്ട്. ആ സഹോദരിയുടെ വാക്കുകളിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. ഇപ്പൊ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ഗാസയിലുള്ള ബങ്കറുകളിൽ ആരാ കയറി ഒളിക്കുക? നേതാക്കന്മാരാ, ഹമാസ് നേതാക്കന്മാരാ. സാധാരണക്കാരോ ഇസ്രായേലിലെ ഇടികൊണ്ട് ചാവും, അല്ലെങ്കിൽ അവരുടെ മിസൈൽ വീണ്ടും ചാവും. അല്ലാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേലില് അപകട സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടെയുള്ള ബങ്കറുകൾ തുറക്കും. ആ ബങ്കറുകളിലേക്ക് ഇസ്രായേലികൾ ഓടുന്ന വീഡിയോ പങ്കുവച്ചിട്ട് ഇറാന്റെ ഔദ്യോഗികമായ ഹാൻഡിലുകളും ഇവിടത്തെ തീവ്രവാദ അനുകൂലികളും ഇസ്രായേലിനെ പരിഹസിക്കുന്നു. എലികൾ മാളത്തിൽ കയറുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലോക നേതാക്കളൊക്കെ എവിടെ പോയി? ഇറാന്റെ കൊമേനി ബങ്കറിലാ. അതിനകത്ത് മൊസാദിന്റെ ആയുധം എത്തും, അത് വേറെ. പ്രത്യേക ഇനം മനുഷ്യരാണെന്ന് ഇവരെന്തുവാ പ്രചരിപ്പിക്കുന്നത്? ഇവർക്ക് തന്നെ യാതൊരു ഐഡിയയുമില്ല, ബുദ്ധിയില്ല. ഇസ്രായേലിലെ ജനങ്ങളെ ഈ അവസ്ഥയിലാക്കിയ നെതന്യാഹു ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇസ്രായേലിനോടുള്ള ഇവരുടെ ഒരു സ്നേഹമേ ജൂതന്മാരോടുള്ള. ഇസ്രായേലികള് ബങ്കറുകളിലുണ്ട്. അത് ഇന്നോ ഇന്നലെയോ നിർമ്മിച്ചതല്ല. ആ രാജ്യമുണ്ടായ കാലം മുതൽ അതവിടെയുണ്ട്. കാരണം എന്താ? ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളുടെ ഒരു സ്വഭാവ ഗുണമാണത്. ഏത് സമയവും ആക്രമിക്കപ്പെടുന്ന വിഭാഗം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ജനവിഭാഗം ജൂതന്മാര് മാത്രമാണ്. പെറ്റുവീണ അന്നു മുതൽ, പിച്ച വെച്ചു തുടങ്ങിയ അന്നു മുതൽ യുദ്ധക്കളത്തിലാണ് ഇസ്രായേൽ പിച്ച വെച്ചത്. അന്നു മുതൽ അവിടുത്തെ എല്ലാവിധ പൗരന്മാർക്കും, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ഏത് രാജ്യക്കാരാണെങ്കിലും ശരി, അവർക്ക് സന്ദർശകർക്ക് സുരക്ഷ ഒരുക്കാനുള്ള സംവിധാനങ്ങൾ, ആധുനികമായ സംവിധാനങ്ങൾ ആ രാജ്യം സ്വീകരിച്ചിട്ടുണ്ട്. ഗാസയിലുണ്ട്, തുരങ്കങ്ങളുണ്ട്. ഡൽഹി മെട്രോയെക്കാട്ടിൽ നീളമുള്ള തുരങ്കങ്ങളുണ്ട്. UN-ന്റെയും ലോക സഹായ ഏജൻസികളുടെയും ഒക്കെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരുപാട് ഭീകരമായിട്ടുള്ള തുരങ്കങ്ങളുണ്ട്. അതിന്റെ ജംഗ്ഷനുകൾ ആശുപത്രികളിലും സ്കൂളുകളിലും അതുപോലെ മനുഷ്യ സഹായ കേന്ദ്രങ്ങളിലും ഒക്കെയാണ് തുറക്കുന്നത്. തുരങ്കങ്ങളുടെ അകത്ത് യുദ്ധത്തെ പേടിച്ചിരിക്കുന്നത് ആരാണെന്ന് പറയുമ്പോൾ സാധാരണക്കാരല്ല, തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. 2021 ഗാസയ്ക്ക് കീഴിൽ 500 കിലോമീറ്റർ, അതായത് 311 മൈൽ നീളമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചെന്നാണ് ഹമാസ് പറഞ്ഞത്. അതിന്റെ ജംഗ്ഷനുകൾ എവിടെ? യൂറോപ്പ്, UN, എയ്ഡ് ആശുപത്രികളിൽ, ഓഫീസുകൾ, അംഗൻവാടികൾ, സ്കൂളുകൾ, കോളേജുകൾ, അഭയാർത്ഥി കേന്ദ്രങ്ങൾ, ഇവയിലൊക്കെയാണ് അതിന്റെ ഓപ്പണിങ്.
സാധാരണക്കാർക്ക് ഇരിക്കാൻ പറ്റുമോ? അവർക്ക് സുരക്ഷിതത്വമുണ്ടോ? ഇല്ല. ജൂതനിട്ട് പണി കൊടുത്തിട്ട് ജൂതന്റെ 8ന്റെ പണി തിരിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങൾ ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പോയി ഒളിച്ചിരിക്കുന്നത് ആണത്വമൊന്നുമല്ല. ആശുപത്രികളും സ്കൂളുകളും ആതുരാലയങ്ങളും ഒക്കെ സൃഷ്ടിച്ച് അതിൻ്റെ അകത്ത് പോയി ഒളിച്ചിരുന്നിട്ട് വരുന്നോടാ ഞാൻ കീലേരി അച്ചുവാണ്, വരുന്നോ എന്നോട് പൊരുതാനെന്ന് ചോദിക്കുന്നതേ ഒരു തരം ഒന്നും പറയാനില്ല നിങ്ങളുടെ ഗുണമധികാരമൊന്നും. എന്നിട്ട് അവരെ